കാർല അക്കൂട്ടീസ് എന്തുകൊണ്ട് വ്യത്യസ്തനായി നിൽക്കുന്നു ചോദിച്ചാൽ, കണ്ണിൽ കാണുന്നതെല്ലാം ഒരുപോലെ തലയിലേക്കും ഹൃദയത്തിലേക്കും സ്വീകരിക്കാതിരിക്കുക. അവൻ അവൻ്റെ കയ്യിലുള്ളത്, അവന് കിട്ടിയതൊക്കെ കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളായിട്ട് ഉപയോഗിച്ചു. കാർലോ അക്കൂട്ടീസിൻ്റെ കയ്യിലുണ്ടായിരുന്ന നമ്മുടെ കയ്യിലുള്ള പോലത്തെ ഒരു ഫോണായിരുന്നു. കാർലോ അക്കൂട്ടീസിൻ്റെ വീട്ടിലും നമ്മുടെ വീട്ടിലുള്ള പോലെ തന്നെ 5Gയോ 4Gയോ 3G ഒക്കെ ആയിരുന്നു. കാർലോ അക്കൂട്ടീസിനും നമുക്കുണ്ടായിരുന്നതും 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയായിരുന്നു. ഏകദേശം നമ്മളെപ്പോലെയുള്ള ബാഗും പുസ്തകങ്ങളും ക്ലാസ് റൂമുകളൊക്കെ അവനുണ്ടായിരുന്നു. പക്ഷെ കാർലോ അക്കൂട്ടീസ് എന്തുകൊണ്ട് വ്യത്യസ്തനായി നിൽക്കുന്നു ചോദിച്ചാൽ, അവൻ അവൻ്റെ കയ്യിലുള്ളത്, അവന് കിട്ടിയതൊക്കെ കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളായിട്ട് ഉപയോഗിച്ചു. നമ്മൾ ഫോണെല്ലാം ഉപേക്ഷിക്കുകയെന്നോ ഇൻ്റർനെറ്റ് മാറ്റി വയ്ക്കുകയെന്നോ ഈ ലോകവുമായിട്ട് ബന്ധമില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നതൊക്കെ വളരെ ചുരുക്കം പേർക്കുള്ള വിളിയാണ്. മജോറിറ്റി ആളുകളും ഇതെല്ലാം ഉപയോഗിച്ച് തന്നെ ജീവിക്കണം. പക്ഷേ വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. കണ്ണിൽ കാണുന്നതെല്ലാം ഒരുപോലെ തലയിലേക്കും ഹൃദയത്തിലേക്കും സ്വീകരിക്കാതിരിക്കുക. അല്പൂടി ക്രിറ്റിക്കലായിട്ട് തന്നെ മീഡിയ അപ്രോച്ച് ചെയ്യുക. ഞാൻ കാണുന്ന ഒരു കാര്യം എന്നെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും സഹായിക്കുന്നുണ്ടോ? അത് ഏത് രീതിയിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? ഒരുപാട് മീഡിയ പ്രോഗ്രാമുകൾ യുവജനങ്ങളെ, കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മീഡിയയെ ഉപയോഗിക്കേണ്ടത് അങ്ങനെയാണ്. വളരെ പോസിറ്റീവായിട്ട്, ക്രിയേറ്റീവായിട്ട് നന്മ പകരാനും നന്മ ചെയ്യാനും മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കട്ടെ.